ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ കാലമായി യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് ഫോൺസ് ലോഞ്ച് ചെയ്തു. അതിനെക്കുറിച്ചൊന്നും നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി മുതൽ നമ്മൾ എന്തായാലും അങ്ങോട്ട് വീഡിയോ ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പോക്കോ M7 കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിലേക്ക് പോകാം. കാരണം സ്നാപ്ഡ്രാഗൺ 4 Gen 2 ആണ് ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത്. ഡീസൻറ്റ് പെർഫോമൻസ് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. ഇതിൻ്റെ റാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 GB റാമാണ്. റാം പ്ലസ് അല്ലെങ്കിൽ വിർച്വൽ റാം ആയിട്ടല്ല ഈ 6 GB വരുന്നത്. വിർച്വൽ റാമായിട്ട് ഈ ഒരു 6 GB പുറത്ത് 6 GB പുറത്ത് നിങ്ങൾക്ക് 12 GB ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ട് വിർച്വൽ റാമായിട്ട് റാം പ്ലസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ടെർബോ റാം എന്നാണ് ഇതിൽ പറയുന്നത് തോന്നുന്നു. ഈ ഒരു പ്രൈസിന് ഈ ഒരു സ്പെക്ക് ഓക്കെയാണ്. അപ്പോൾ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.88 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ TUV റിനാൾഡ് ട്രിപ്പിൾ സർട്ടിഫിക്കേഷനും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട്. ബ്രൈറ്റ്നസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 600 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ വലിയൊരു ബ്രൈറ്റ്നസ് ഒന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതല്ല. കുറച്ച് ഒരു നോർമൽ ചെറിയൊരു ബ്രൈറ്റ്നസ് ആയിരുന്നു. എന്തായാലും ഒരു ഡീസൻറ്റ് ബ്രൈറ്റ്നസ് ആയിട്ട് നിങ്ങൾക്ക് കണക്കൂട്ടാൻ പറ്റും. ബാറ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5160 mAh ബാറ്ററിയാണ് വരുന്നത്. 30 വാട്ടിൻ്റെ ചാർജർ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ അതുപോലെ തന്നെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വരുന്നത്. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. ഒരു സിം ഒരു മെമ്മറി കാർഡ് അല്ലെങ്കിൽ 2 സിം നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ മൊഡ്യൂളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ക്യാമറ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസിന് ഓക്കെ ആവുന്ന ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് തരുന്നുണ്ട്. സെൽഫി വീഡിയോ വളരെ ബോറാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് നല്ലൊരു സ്മാർട്ട് ഫോൺ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.